നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. സ്വന്തം മകളുടെ മുൻപിൽ വെച്ചാണ് ശ്രീ രാമേന്ദ്രനെ വെടിവെച്ച് കൊല്ലുന്നത്. സമാനമായ അനുഭവമാണ് മറ്റുള്ളവർക്കെല്ലാം ഉണ്ടായത്. രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ നിലകൊള്ളേണ്ട ഒരു സന്ദർഭമാണത്. എല്ലാ ചിന്തകൾക്കും അതീതമായി ഓരോ ഇന്ത്യക്കാരനും ഒരേ മനസ്സോടുകൂടി ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണം. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. സംഭവം നടന്ന അന്ന് ഉച്ചയോടുകൂടി തന്നെ ദുബായിലുള്ള ഇവരുടെ ഒരു ബന്ധുവാണ് ആദ്യമായി എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ വെടിയേറ്റതായിട്ട് വാർത്തയുണ്ട്. അപ്പോൾ തന്നെ ഭരണ സംവിധാനം ബന്ധപ്പെട്ടിരുന്നു, നോർക്ക ഉൾപ്പെടെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബവുമായി അവിടെ വെച്ച് സംസാരിച്ചിരുന്നു. മകൻ വരുന്നതിന് മുമ്പ് അവരുമായി സംസാരിച്ചിരുന്നു. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവച്ചത്. അങ്ങേയറ്റം ദുഃഖകരമാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള അതിശക്തമായ നിലപാട് രാജ്യം സ്വീകരിക്കേണ്ടതുണ്ട്. കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ ശക്തമായി മുഖം നോക്കാതെ കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. കാശ്മീരി ജനതയുടെ സ്നേഹാദരവ് അല്ലെങ്കിൽ അവരുടെ മാനവിക നിലപാടും അതാണ് ഇവിടെ രാമേന്ദ്രൻ്റെ മകൾ പറഞ്ഞത്. അവിടെ ഇവർ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ ഗൈഡിൻ്റെ അനുഭവമെല്ലാം കാശ്മീരി ജനതയുടെ മാനവികതയും ഇന്ത്യക്കാരെന്നുള്ള നിലപാടുമാണ് വ്യക്തമാക്കുന്നത്. ഭീകരതയ്ക്കെതിരെ ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശ്രീ രാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തുന്നു, അനുശോചനം രേഖപ്പെടുത്തുന്നു. പി രാജീവ് സംസാരിക്കുകയായിരുന്നു. അന്തരിച്ച എൻ രാമചന്ദ്രൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, നോർക്ക വളരെ ശക്തമായ പിന്തുണയാണ് അദ്ദേഹത്തിൻ്റെ മകൾ ആരതിക്ക് നൽകിയതെന്ന് മകൾ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. രാജ്യം ഒറ്റക്കെട്ടാണ് ഭീകരതയ്ക്കെതിരെ നേരിടാൻ. ശരിക്കും നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തുന്ന തീവ്രവാദത്തെ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ല. പുൽവാമയ്ക്ക് ശേഷം ഇത്രയധികം മനുഷ്യർ നഷ്ടപ്പെടുകയും ഓർക്കാപ്പുറത്തുണ്ടായി തീവ്രവാദി ആക്രമണം ഇന്ത്യയെ നടുക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ചങ്ങമ്പുഴ പാർക്കിലാണ് പൊതുദർശനം നടക്കുന്നത്. ഒരുപക്ഷെ നാട് കണ്ണീരോടെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഷിബു തെക്കുംറം പോലെയുള്ള ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിക്കഴിഞ്ഞു.